കട എങ്ങനെയുണ്ടെന്ന് ഞാൻ അച്ഛനോട് ചോദിക്കാം. അച്ഛ ആ പൊട്ടുകമ്പത്തിരിക്ക് കുറച്ച്. ഹലോ എവരിവൺ. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു വിഷു ആവട്ടെ. അതേപോലെ നമ്മളിപ്പോൾ നാട്ടിലാണ്. അപ്പം രാവിലെ വിഷുവിൻ്റെ അന്ന് രാവിലെ കുളിച്ച് റെഡിയായി വരുന്നുള്ളൂ. അടിയിൽ സദ്യക്കുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോൺ വെജ് സദ്യയാണ് കേട്ടോ. ഈ വിഷു നമുക്ക് വീട്ടുകാരുടെയൊക്കെ ഒപ്പം ആഘോഷിക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. കാരണം കഴിഞ്ഞ വിഷുവിനൊക്കെ ഞങ്ങൾ ജർമ്മനിയിലായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും ഒരുമിച്ച് ചേട്ടൻ്റെ വീട്ടിൽ ഒരു ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അനിയത്തിയുണ്ട്, ചേട്ടൻ്റെ അമ്മ അച്ഛനൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു കുട്ടി വിഷു പരിപാടിയൊക്കെ പോകുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ ഇന്ന് രാവിലെ കണിയൊക്കെ കണ്ടു. ഇന്ന് കുളിച്ച് റെഡിയായൊക്കെ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആ വിഷ്വൽസൊക്കെ കണ്ടിട്ട് വരും. അപ്പം പിന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു സെലിബ്രേഷൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പടക്കം വാങ്ങിക്കാൻ വന്നേക്കാണ്. ഞാനും അച്ഛനും ചേട്ടനും കൂടിയാണ് വാങ്ങിക്കാൻ വന്നത്. ഇത് പറവൂരാണ് കേട്ടോ. എൻ്റെ വീട് പറവൂരാണ്. ഇത് ആനച്ചാൽ. അപ്പം തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഒരുപാട് പടക്കക്കടകളുണ്ട്. നമ്മൾ ഈ കടയിലാണ് കയറിയതെന്ന് മാത്രം. യെല്ലോ ബ്ലൂ യെല്ലോ റെഡ് ഇത് കുറച്ച് വെറൈറ്റി അമ്പല ഡാൻസിങ് അമ്പലം എന്ന് പറയും. അതായത് ഇത് റൊട്ടേറ്റ് തന്നെയാണ്. ഇങ്ങനെ കത്തിച്ചിട്ടാ പോരെ? എത്ര പൈസ? ഇതെന്താ പാമ്പ് ഗുളിയാണോ? മോളി പോയി 30 ഷോട്ട് എത്ര? 300. നമ്മൾ ഈ പടക്കക്കടയിൽ ഇങ്ങനെ ഒരു ചെറിയ എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ എക്സിബിഷനൊക്കെ കണ്ട് ഒരുവിധം ലിസ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് എന്താ വേണ്ടത്, കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. എന്നാലും നമ്മൾ കണ്ടുപരിചയമില്ലാത്ത ചില സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം ഓലപ്പടക്കവും ഉണ്ട്. ഞാനിങ്ങനെ വിജിലംബിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. കമ്പിത്തിരി അല്ലാണ്ട് വേറൊരു സാധനം ഞാൻ ഇതുവരെ കൈകൊണ്ട് കത്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ അവിടുത്തെ പടക്കമൊക്കെ വാങ്ങിച്ചിറങ്ങി. കട എങ്ങനെയുണ്ടെന്ന് ഞാൻ അച്ഛനോട് ചോദിക്കാം. അച്ഛാ, പടക്കക്കട എങ്ങനെയുണ്ട്? പടക്കക്കട നല്ല കടയാണ്. നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് നല്ല കോംപ്ലിമെന്റ് ഒക്കെ തന്നു. നമുക്കും സന്തോഷമായി, അവർക്കും ഹാപ്പി. അതെ അതെ, ഞാൻ ഈ നാട്ടുകാരി ആയതുകൊണ്ട് നമുക്കൊരു കോംപ്ലിമെന്റ് ഒക്കെ തന്നു. പിന്നെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് പടക്കമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ പറവൂരാണ് വീടെങ്കിൽ ഇവിടേക്ക് വന്നോളൂ. ഇത് ആനച്ചാലാണ് സ്ഥലം. താങ്ക്സ്. ഓ പൊട്ടിത്തെറിച്ച്
അത് വേറെന്തോ സാധനമായിരുന്നു. അതാണ് പറയാനല്ല ഞാൻ കത്തിക്കട്ടെ. ചെറുപ്പറ ചെറുപ്പറ പോര് പോര് പോര്. അയ്യന്റെ അച്ഛാമേത്തേക്ക് വീഴും. കാണിക്കണേ എന്തത്. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നമുക്ക് ഈ കമ്പിത്തിരി കത്തിക്കലും മത്താപ്പ് കത്തിക്കലൊക്കെ ചെറുപ്പത്തിലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ വലുതാവും തോറും ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷേ ഞങ്ങളുടെ ഇടയ്ക്ക് അച്ഛനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ആറാടുകയായിരുന്നു. ഇപ്പോൾ ചേട്ടനെയും വാവിച്ചേൻ്റെ അനിയത്തിയാണ്, അവളേക്ക് വെച്ച് നോക്കിയാലും അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇത് എൻജോയ് ചെയ്തതും കത്തിച്ചതും. ചേട്ടനൊരു അനിയത്തിയും കൂടി ഉണ്ട്, അശ്വതിയും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ആയിട്ട് അയർലൻഡിലാണ്. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. മൂന്നെണ്ണടിപ്പിച്ചാ അത് റിസ്ക് അല്ലേ? ആ പൊട്ടുകമ്പിത്തിരിക്ക് കുറച്ച് തണുപ്പുണ്ട് തോന്നുന്നു. വേണ്ട ചെറുപറ ഇച്ചിരി റിസ്ക്കാണ് വാശി കത്തിക്കാനുള്ള. അമ്മമാരൊക്കെ കമ്പിത്തിരി മാത്രമേ കത്തിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ഏകദേശം എന്നെ പോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും കത്തിച്ച് ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉള്ളത് ദാദിവളാണ്, എൻ്റെ അനിയത്തി. അവൾ അത്യാവശ്യം എല്ലാം കത്തിക്കാറൊക്കെ ഉണ്ട്. ഓടിക്കോ. അയ്യോ അങ്ങനല്ല ചെറുപറ. അയ്യോ ചെറുപറ അങ്ങനെയല്ല, അത് നേരെ വെച്ചിട്ട് കത്തിക്ക്, അപ്പോഴേ കാണാൻ ഭംഗിയുള്ളൂ. അതായത് നേരെ വെച്ചിട്ട് കത്തിക്കല്ലേ, അത് പെട്ടെന്ന് അങ്ങോട്ട് ചീറ്റി വരും പുറത്തേക്ക്. റെയിൻ കളർ സാധനങ്ങൾ ഇങ്ങനെ കത്തിച്ചതാ.
അപ്പോൾ നമ്മൾ ആ പടക്കക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഐറ്റംസൊക്കെ അപ്പോൾ വെറൈറ്റി തോന്നിയത് ചെറിയ ചില ഐറ്റംസിന് മാത്രമേ ഉള്ളൂ. മത്താപ്പൂവൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു. മേശാപ്പൂ മത്താപ്പൂ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പറയാറ്. പിന്നെ വേറൊരു വെറൈറ്റി സംഭവം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം അത് കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കി പോയി. ഇങ്ങനെ ചക്രം പോലെ കറങ്ങിയിട്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം എന്തോ 3 ഫങ്ഷൻസ് ഒരുമിച്ചുള്ളത്, അതായത് ചക്രം, മേശാപ്പൂ, സൗണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുള്ള ഒരു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. നടന്നില്ലത്. ഇത് നോർമൽ സാധനം. അപ്പൊ കളർ വരുന്ന പറഞ്ഞാൽ ഇതാണാവോ? അപ്പോൾ ഇതാ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞ ആ 3 മേശപ്പൂ ഒരുമിച്ച് വെച്ച് കത്തിക്കുന്ന ആ ഐഡിയ ചേട്ടൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 3ാമത്തെ കത്തിക്കാൻ പറ്റിയില്ല, അതിന് മുന്നേ ഇത് കത്തിപ്പോയി. എല്ലാവരും ഞെട്ടി. അപ്പോൾ നമ്മളിപ്പോൾ വിഷു നമ്മളിപ്പോൾ വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷുവിൻ്റെ തലേ ദിവസം അച്ഛനിവിടെ കതിന അല്ലല്ലോ, ഈ മോളിൽ പോയി പൊട്ടണ സാധനമില്ലേ, അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വണ്ടർഫുൾ. പോയിരുന്ന കത്തട്ടെ. ഓരോന്നുള്ളൂ. ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ കുട്ടി സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുമായിരിക്കും. cheers.